നമസ്കാരം. കേരളത്തിൽ ഒരു വർഷം നടക്കുന്ന കല്യാണത്തിൻ്റെ എണ്ണം എത്രയാണെന്ന് അറിയാം? 1,10,000 അറേഞ്ച്ഡ് മാരേജുകൾ. ലാസ്റ്റ് ഇയറിലെ കണക്കാണ്. അതിൽ കൂടുതൽ രജിസ്റ്റർഡ് മാരേജുകളും ഉണ്ടാവും. പക്ഷേ ആശ്ചര്യപ്പെടുത്തുന്ന വേറൊരു കണക്കുണ്ട്. ഒരു വർഷം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഡിവോഴ്സ് കേസുകളുടെ എണ്ണം അത് 30,000-ന് മുകളിലാണ്. എൻ്റെ ചോദ്യം ഇതാണ്: 70% പോലും റിട്ടൻഷൻ ഇല്ലാത്ത ഒരു വിവാഹബന്ധത്തിന് എന്തിനാണ് ഇത്രയും പൈസ ചിലവാക്കുന്നത്? എന്തിനാണ് ഒരു ഷോ ആക്കുന്നത്? ഒരു കല്യാണത്തിന് ഇന്ന് ചിലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. സാധാരണ ഒരു കല്യാണത്തിന് തന്നെ മിനിമം 10 ലക്ഷത്തിന് മുകളിൽ പൈസ ചിലവാകുന്നുണ്ട്. അരക്കോടിയിലേറെ കല്യാണം നടത്തുന്ന സാധാരണക്കാരുടെ കല്യാണങ്ങൾ വരെയുണ്ട്. അതെന്തിനാണ്? ഒരു പ്രീമെരിറ്റൽ ടോക്സിനോ മാരേജ് കൗൺസിലിങ്ങിനോ 10,000-ഓ 20,000-ഓ ചിലവാക്കാൻ മടി കാണിക്കുന്നവർ കല്യാണ മണ്ഡപത്തിൻ്റെ ബാക്ക് സ്റ്റേജ് അലങ്കരിക്കാൻ 5 ലക്ഷത്തിന് മുകളിൽ ചിലവാക്കുന്നു. ഇതിന്ന് കല്യാണം ഒരു ബന്ധമെന്നതിലപ്പുറം ഒരു ഈഗോ ഷോ ആയി മാറിയിരിക്കുകയാണ്. ഒരു ദിവസത്തെ ഷോയ്ക്ക് വേണ്ടി ചിലവാക്കുന്നത് 1/2 കോടിയിലധികം രൂപ. അതിൽ മെയിനൊരു ഫാക്ടറാണ് സ്വർണത്തിൻ്റെ വില എല്ലാവർക്കും അറിയാം. അത് കയറി പോകുന്നതിനനുസരിച്ച് കൊടുക്കുന്ന സ്വർണത്തിൻ്റെ എമൗണ്ടും കയറിപ്പോവാണ്. അതുണ്ടാക്കുന്ന ബാധ്യതകൾ പല കുടുംബങ്ങളിലും വിള്ളൽ വീഴാൻ അത് തന്നെ മതി കാരണം. എൻ്റെ ചോദ്യം ഇതാണ്: ഇന്നത്തെ സാഹചര്യത്തിൽ 70% മാത്രം ഗ്യാരണ്ടിയുള്ള വിവാഹത്തിന് ആയുസിൻ്റെ മുഴുവൻ പൈസയും ചെലവാക്കി കാണിക്കുന്ന ഈ ഷോ അത് ആവശ്യമാണോ ഇല്ലയോ? താങ്ക് യു.